എന്റെ ഗോഡൌണുകളിൽ ഇത് കൂട്ടിവെക്കുവാനായിട്ട് സ്ഥലമില്ല. അതുകൊണ്ട് ഞാനത് പൊളിച്ച് പുതിയ ഗോഡൌണുകൾ, വലിയ ഗോഡൌണുകൾ പണിത് എൻ്റെ കൃഷിഫലം മുഴുവൻ ഞാൻ അവിടെ സൂക്ഷിച്ചു വെക്കും. എനിക്ക് വർഷങ്ങൾ, നീണ്ട നാളുകൾ സുഖമായി, എത്ര ക്ഷാമം വന്നാലും സുഖമായി ജീവിക്കുവാൻ എനിക്കിത് മതി എന്ന് ആ മനുഷ്യൻ പറഞ്ഞ് ഗോഡൌണുകൾ പണിയാൻ ആരംഭിച്ചു. അന്ന് രാത്രി ദൈവം അവനോട് ചോദിച്ചു, മൂടാ, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവനെ നിന്നോട് ഞാൻ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചിരിക്കുന്നതെല്ലാം ആർക്കാകും? ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പണം, ഹല്ലേലൂയ, നമുക്കൊന്നും നേടിത്തരികയില്ല. പണം കൂടും തോറും നമ്മൾ ജീവിതത്തിൽ ദുഃഖങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ സന്തോഷം നമ്മിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത്. ഇന്ന് അറക്കൽ ജോയ് എന്ന വയനാട്ടിലുള്ള ഒരു മനുഷ്യൻ 50,000 സ്ഥലം, 25,000 സ്ക്വയർ ഫീറ്റോളം വീട് പണിതു. 3 നിലയുള്ള ബിൽഡിങ്ങിന്റെ ആ താമസ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ 3-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുവാൻ ഇടയായി. നമ്മൾ പത്രങ്ങളിൽ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്, നമ്മൾ കണ്ടതാണ്. അപ്പം പണമൊന്നും നമുക്ക് ഹല്ലേലൂയ സന്തോഷം തരികയില്ല. നമുക്ക് സന്തോഷം തരുന്ന ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിന്റെ വചനം. ദൈവത്തിന് മഹത്വം. ക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ നേർന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇന്നിവിടെ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും അടങ്ങാത്ത ഭാരവുമായി, വേദനകളുമായി, രോഗങ്ങളുമായി ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ വചനം എന്ന് ശക്തമായി പറയുകയാണ്. അവനെ അംഗീകരിക്കുവാൻ, യേശുവിന്റെ മകനായി മകളായി മാറുവാൻ ഒരു തീരുമാനം എടുക്കുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനാണ് ഞങ്ങളിവിടെ പ്രസംഗിക്കുന്ന ഈ വലിയവനായ കർത്താവ്. ദൈവത്തിന് മഹത്വം. അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കഴിവുള്ളവനാണ്. അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവാൻ ആ കഴിവുള്ളവനാണ്. അവൻ ഇല്ലായ്മയിൽ നിന്ന് ആ ഉള്ളതിനെ ഉള്ളതുപോലെ വലിച്ചു വരുത്തുവാൻ വലിയ കഴിവുള്ളവനാണ്. അവന് ഇല്ല എന്നൊരു കാര്യവുമില്ല. അവൻ സകലതും എന്നാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരുവാൻ അവന് കഴിയും, സന്തോഷം തരുവാൻ അവന് കഴിയും. വഴിതെറ്റിക്കുന്ന ആ തെറ്റായ ചിന്തകളിൽ നിങ്ങളുടെ തലമുറകളെ വിടുവിച്ച് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹപ്രദമായ തലമുറകളാക്കി മാറ്റുവാൻ ആ സുവിശേഷത്തിന് കഴിയും. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പിതാവേ, മാതാവേ, ഹല്ലേലൂയ, ഇന്ന് പകൽ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച്, എൻ്റെ കർത്താവേ, നിന്റെ ക്രൂശ് മരണം എൻ്റെ പാപത്തിനും എൻ്റെ വിടുതലിനും എനിക്ക് സന്തോഷം തരുവാനുമാണെന്ന് ഏറ്റെടുത്താൽ ആ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുവാൻ ഈ സുവിശേഷത്തിന് കഴിയും. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി ഒരുക്കിയ പുതിയ വഴി. ദൈവത്തിന് മഹത്വം. കാൽവരിയിൽ അവൻ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ പാപത്തിന്റെ കൊടുന്തിയിലായിരുന്ന, പാപത്തിന്റെ നാശകരമായ കുഴിയിലായിരുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നു. അവസാനത്തുള്ളി ചോരയും കാൽവരിയിൽ നമുക്ക് വേണ്ടി കൊടുത്ത് ക്രൂശിൽ യാഗമായി തീരുവാൻ തക്കവണ്ണം ഇടയായി. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് ഒരാൾ ഏറ്റെടുത്താൽ അവൻ യേശുവിനെ കണ്ടു. അവൻ ഹല്ലേലൂയ, യേശുവിനെ കണ്ടവൻ രക്ഷപ്പെട്ടു. യേശുവിനെ അനുഭവിച്ചവൻ രക്ഷ അനുഭവിച്ചു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എങ്ങനെയാണ്? ഹൃദയം കൊണ്ട് അവനെ വിശ്വസിക്കണം. വാ കൊണ്ട് എൻ്റെ കർത്താവാകുന്നു എന്ന് ഏറ്റുപറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ദൈവമക്കളായി മാറുവാൻ ഹല്ലേലൂയ ഇടയായി തീരും. അല്ല, നിങ്ങളുടെ പാവം എത്ര കടും ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ദൈവവചനത്തിന് ഹല്ലേലൂയ ശക്തിയുണ്ട്. ദൈവത്തിന് മഹത്വം. ഇല്ല, ദൈവത്തിന്റെ വചനം ഇല്ല, ഒരുത്തൻ പോലും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അല്ലെ, ക്രൂശിലെ മരണത്താൽ നിങ്ങളുടെ പാപത്തിന് വിടുതലുണ്ട്. അല്ല, നിങ്ങളുടെ
രോഗത്തിന് വിടുതലുണ്ട്. വചനം പറഞ്ഞ അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരൊറ്റ വാക്ക് കൊണ്ട് അല്ലെ ക്രൂശിൽ കിടന്ന കള്ളനെ അവൻ ഹല്ലേലൂയ, കർത്താവേ നീ മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ എന്ന് ഒറ്റ വാക്ക് അവൻ ഏറ്റുപറഞ്ഞപ്പോൾ അവനെ പറുദീസയിലേക്ക് പ്രൊമോട്ട് ചെയ്യുവാൻ ഹല്ലേലൂയ സുവിശേഷത്തിന് ഹല്ലേലൂയ കഴിഞ്ഞു. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് മുഖേന ഹല്ലേലൂയ ആദ്യമായി പറുദീസയിലേക്ക് പോയത് ഹല്ലേലൂയ ഒരു കള്ളനാണ്. ഹല്ലേലൂയ അവന് പാപക്ഷമ കിട്ടി. അവനെ നിത്യതയ്ക്ക് അവകാശിയായി മാറുവാൻ ഹല്ലേലൂയ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഈ ക്രൂശിൻ മരണത്തിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവനെ രക്ഷകനായി ഹൃദയം ഏറ്റെടുക്കുവാനായിട്ട് കഴിയും. അവനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് അവനെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ ഇന്ന് നീറിപ്പുകയുന്ന നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ദുഃഖങ്ങളാൽ പലവിധമായ ഭാരങ്ങളാൽ കുടുംബത്തെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, സാഹചര്യങ്ങളെ ഓർത്ത്, സാമ്പത്തിക തകർച്ചയെ ഓർത്ത്, കടഭാരത്തെ ഓർത്ത്, രോഗങ്ങളെ ഓർത്ത്, ഭാര്യയുടെ രോഗം, ഭർത്താവിൻ്റെ രോഗം, കുഞ്ഞുങ്ങളുടെ രോഗം, ഇങ്ങനെയുള്ള അതിഭയങ്കരമായ വിഷയങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ സുഹൃത്ത്, സഹോദര, സഹോദരി, മാതാവ്, പിതാവ്, യേശുക്രിസ്തുവിനെ രക്ഷകനായി നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. അവനെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോകോ. നിങ്ങളുടെ വീടിന് സമാധാനം ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും. വചനം പറയുന്നു ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. ദൈവത്തിന് മഹത്വം. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞവൻ ആരും, ദൈവത്തെ വിളിച്ചവരാരും നശിച്ചു പോകുവാൻ അവൻ ഇടയാക്കിയില്ല. ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയായി വ്യാപരിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവത്തിന് മഹത്വം. ഇന്ന് പകലിൽ ഇവിടെ വന്ന് ദൈവത്തിന്റെ വചനം അല്പനേരം നിങ്ങളോട് പറയുവാൻ ഈ സുവിശേഷത്തിന്റെ ശക്തി നിങ്ങളുമായി ഒന്ന് പങ്കിടുവാൻ ഇടയാക്കിയ ദൈവകൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ പറഞ്ഞതുപോലെ പലവിധമായ ഭാരങ്ങളാൽ പ്രയാസപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് സമാധാനമുണ്ട്. യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. യേശുക്രിസ്തുവിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വിടുതലുണ്ട്. അവനെ രക്ഷകനായി, അവനെ വീടിന്റെ നായകനായി എതിരേൽക്കുവാൻ ഏൽക്കുവാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ അവന് വേണ്ടി കൊടുക്കുവാൻ, നിങ്ങളെ അവന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വചനമുണ്ട്. യേശുക്രിസ്തു ഉണ്ട്. യേശുക്രിസ്തു ഈ വീടിന്റെ നായകനെന്ന് പറയുവാൻ തക്കവണ്ണം ഈ വചന കേൾവി ഇടയാകട്ടെ. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇന്ന് കേട്ടോ, നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ അതെടുത്ത് വായിക്കുക. ദൈവം നിങ്ങളോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയാകും. ഈ വയലാ പ്രദേശത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം ദൈവത്തിൽ സംസാരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപകളെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു.